രാജ്യത്തെ സുരക്ഷാ സംവിധാനത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യയിൽ വളരെ നാളായി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ഒരു വൻ സംഘടനയെ നിരോധിക്കാനുള്ള നീക്കം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. ഇത് കേവലം ഒരു ആഭ്യന്തര വിഷയമല്ല, മറിച്ച് രാജ്യത്തിന്റെ അതിരുകൾക്ക് പുറത്തു നിന്നും വരുന്ന വൻ ഭീഷണികളുടെ വേരെറുക്കാനുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണത്. പഹൽഗാമിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസിയായിട്ടുള്ള NIA സമർപ്പിച്ച കുറ്റപത്രമാണ് ഇപ്പോൾ ഈ പുതിയ നടപടികൾക്ക് വേഗത കൂട്ടിയത്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ഒരു പ്രധാന അന്വേഷണത്തിൽ ഹമാസ് എന്ന ഭീകരവാദ സംഘടനയുടെ പേര് NIA ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ലഷ്കർ ഇ ത്വയ്ബ, ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പാകിസ്ഥാൻ പിന്തുണയുള്ള സംഘടനകൾക്കും ഹമാസിനും ഇടയിലുള്ള ബന്ധമാണ് ഏജൻസി ഇപ്പോൾ അരിച്ചുപെറുക്കുന്നത്. ഹമാസ് എന്നത് കേവലം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്നും അവർക്ക് ഇന്ത്യയുമായി യാതൊരു വൈരാഗ്യവുമില്ല, യാതൊരു ബന്ധവുമില്ല എന്ന് വിശ്വസിപ്പിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണത്. ഇന്ത്യയിലെ തീവ്ര നിലപാടുകാരായിട്ടുള്ള സംഘടനകളുമായി ഇവർക്കുള്ള ആശയപരവും സാമ്പത്തികവുമായിട്ടുള്ള ബന്ധങ്ങൾ NIA ഗൗരവമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ദശാബ്ദങ്ങളായി ഇത് നമ്മുടെ രാജ്യത്ത് വേരോടിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിരോധിക്കപ്പെട്ട സിമി എന്ന സംഘടനയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. സിമിയും ഹമാസും തമ്മിലുള്ള ആശയപരമായിട്ടുള്ള സാമ്യം വളരെ വലുതായിരുന്നു. ജനാധിപത്യം, മതേതരത്വം, ദേശീയത എന്നിവയെ തള്ളിപ്പറഞ്ഞ ഇവർ സായുധ പോരാട്ടത്തിലൂടെ ലക്ഷ്യങ്ങൾ നേടാം എന്ന് വിശ്വസിച്ചു. 1999 ഒക്ടോബറിൽ കാൺപൂരിൽ സിമി നടത്തിയ 20,000-ഓളം പേർ പങ്കെടുത്ത വലിയൊരു സമ്മേളനത്തിൽ ഹമാസിന്റെ സ്ഥാപകനായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് യാസിൻ ടെലിഫോണിലൂടെ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇതൊക്കെ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കേവലം ഒരു പ്രാദേശിക കൂട്ടായ്മ ആയിരുന്നില്ല, മറിച്ച് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആഗോള തീവ്രവാദ ശൃംഖലയുടെ തുടക്കമായിരുന്നു. സിമിയുടെ മുൻ നേതാക്കളിൽ ഒരാൾ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയത് ഹമാസിൽ നിന്ന് അടക്കം അവർക്ക് വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു എന്നാണ്. ഫണ്ട് വരുന്നത് വെറുതെ അല്ലല്ലോ, കൃത്യമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ തന്നെയാണ്. 2001 സിമി നിരോധിക്കപ്പെട്ടെങ്കിലും അതിലെ അംഗങ്ങൾ ഇന്ത്യൻ മുജാഹിദീൻ പോലെയുള്ള മറ്റ് സംഘടനകളിലേക്കും പിന്നീട് PFI പോലുള്ള രൂപങ്ങളിലേക്കും മാറി സഞ്ചരിച്ചു. പേരുകൾ മാറിയെങ്കിലും ഇവരുടെ ലക്ഷ്യങ്ങളോ ആശയങ്ങളോ മാറിയിട്ടില്ല എന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിരോധനങ്ങൾക്ക് ശേഷം ഈ പഴയ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുതിയ രൂപങ്ങളിലും അവർ നിലനിർത്തിയിട്ടുണ്ടോ എന്ന കൃത്യമായിട്ടുള്ള സംശയമാണ് ഇപ്പോൾ സർക്കാരിനെ കടുത്ത നടപടികളിലേക്ക് നയിക്കുന്നത്. പാകിസ്ഥാനിലെ ഗ്രൂപ്പുകളും ഹമാസും തമ്മിലുള്ള ആശയവിനിമയങ്ങളും തന്ത്രങ്ങൾ കൈമാറുന്നതുമൊക്കെ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ചിലർ ഇത്തരം അതിർത്തി കടന്നുള്ള കൂട്ടുകെട്ടുകളെ കേവലം കെട്ടുകഥകളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സുരക്ഷാ മുന്നറിയിപ്പുകളെ അനാവശ്യ ഭീതി പടർത്തലായി തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് ആ കാലം മാറി. ഗാസയും പാകിസ്ഥാനും കാശ്മീരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആഗോള ശൃംഖലയാണ് ഇന്ത്യ ഇപ്പോൾ നേരിടുന്നത്. ഈ വലിയ സംഘടനയെ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ആശയപരമായി ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിദേശ സ്വദേശ കൂട്ടുകെട്ടിനും ഇവിടെ ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല. ദേശസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ സർക്കാർ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ പുതിയ അന്വേഷണങ്ങളും നടപടികളും. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും സുരക്ഷാ ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം.